നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്സിലെ ചാപ്റ്റർ ഡെസിമൽ ഫോംസ് ആണ്. നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കാണില്ല, ഇത് ഇതിന് മുൻ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്ററാണ്. ഓക്കെ, പക്ഷേ ഇത് ഓൺ എക്സാമിന് നമുക്ക് എന്തായാലും പഠിക്കേണ്ട ചാപ്റ്ററാണ്. ഇത് മുഴുവൻ ഇന്ന് ഈ ചെറിയൊരു വീഡിയോയിൽ കൂടി നമുക്ക് പഠിക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. മക്കളെ, എന്താണ് ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്നത്? ദശാംശ രൂപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന നമ്പേഴ്സിൽ എന്തുണ്ടാവും? പോയിന്റ്സ് ഉണ്ടാവും. അതായത് 3.1 അല്ലെങ്കിൽ 0.75 ഇങ്ങനെ പോയിന്റ് വരുന്ന നമ്പേഴ്സിനാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡെസിമൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മൊത്തം നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം മിസ് കുറച്ച് നമ്പേഴ്സ് എഴുതാം, അതിനെ നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനായിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. സോ എങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഡെസിമൽ ഫോംസിലോട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. എങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ്? എല്ലാ ഫ്രാക്ഷനെയും ഈസി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ്? ഡിനോമിനേറ്ററിൽ 10, 100, 1000 ഇതെല്ലാം വരുമ്പോഴാണ് നമ്മൾ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഡെസിമൽ ഫോംസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം. അതായത് 1/10 എന്ന് പറയുമ്പോൾ 10ൽ എത്ര സീറോ ഉണ്ട് മക്കളെ? ഒരു സീറോ ആണുള്ളത്. സോ നോർമലി നമ്മൾ 1 എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പോയിന്റ് ഇവിടെയാണ്. 10 എന്ന് പറയുമ്പോൾ എത്ര പ്ലേസ് ജമ്പ് ചെയ്യേണ്ടി വരും? ഒരു പ്ലേസ് ജമ്പ് ചെയ്യണം. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 0.1. ദെൻ 1/100 ആണെന്നുണ്ടെങ്കിൽ എത്ര സീറോസ് ഉണ്ട് 100ൽ? 2 സീറോസ് ആണുള്ളത്. അപ്പോൾ എത്ര പ്ലേസ് ജമ്പ് ചെയ്യേണ്ടി വരും? 2 പ്ലേസ് ജമ്പ് ചെയ്യുമ്പോൾ ഓൾറെഡി ഇങ്ങനെയാണ് 1 എഴുതുന്നത്. അപ്പോൾ ഒരു പ്ലേസ് ജമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് അവിടെ പ്ലേസ് ഇല്ല. അപ്പോൾ അതിന് പകരം എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുത്തിട്ട് വേണം എന്തെഴുതാൻ? പോയിന്റ് എഴുതാൻ. ഇപ്പം എത്രയും നമ്മുടെ നമ്പർ 0.01. അങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയേ. 1/1000 എന്ന് പറയുമ്പോൾ എത്ര പ്ലേസ് നമ്മൾ ജമ്പ് ചെയ്യേണ്ടി വരും? 3 പ്ലേസ് ജമ്പ് ചെയ്യേണ്ടി വരും. അതിനുള്ള പ്ലേസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 1 മാത്രമേ ഉള്ളൂ. 2 പ്ലേസിൻ്റെ കുറവുണ്ട്. അപ്പോൾ എത്ര സീറോസ് ഇട്ട് കൊടുക്കണം? നമ്മൾ 2 സീറോസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം എന്തിട്ട് കൊടുക്കാൻ? പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇതിനൊരു ഭംഗി വെപ്പിക്കാൻ വേണ്ടിയാണ് ഫ്രണ്ടിൽ 0 ഇട്ട് കൊടുക്കുന്നത്. എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഫ്രാക്ഷൻസിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഡെസിമൽ ഫോംസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. മക്കളെ, നമുക്ക് കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫ്രാക്ഷനെ എങ്ങനെയാണ് ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത്, അതായത് ഭിന്നസംഖ്യകളെ എങ്ങനെയാണ് ദശാംശ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ള കുറച്ച് പ്രോബ്ലംസ് മിസ് ചെയ്ത് കാണിക്കാം. അതായത് 3/10 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ എത്രയാണ്? 10 ആണ്. അപ്പം എത്ര പ്ലേസ് നിൽക്കുക പോയിന്റ് ഇടുന്നത്? ഒരു പ്ലേസ്. അപ്പം ആൻസർ എത്രയായിരിക്കും? 0.3. ദെൻ 75 / 100. അപ്പോൾ ഡിനോമിനേറ്ററിൽ എത്രയാണ്? 100. എത്ര സീറോസ് ഉണ്ട്? 2 സീറോ. അപ്പോൾ എത്ര പ്ലേസ് നിൽക്കുകയാണ് പോയിന്റ് ഇടേണ്ടത്? 2 പ്ലേസ് നിൽക്കി പോയിന്റ് ഇടാം. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 0.75. പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.75 എന്നൊന്നും വായിക്കരുത്, 0.75 എന്നാണ് വായിക്കുന്നത്. ദെൻ 385 / 1000. അപ്പോൾ ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ട്? 3 സീറോ. അപ്പോൾ എത്ര പ്ലേസ് നിൽക്കുക പോയിന്റ് ഇടണേ? 3 പ്ലേസ് നിൽക്കി വേണം പോയിന്റ് ഇടാൻ. അപ്പോൾ ആൻസർ എത്ര വരുവാടാ? 0.385. ഇങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ഫ്രാക്ഷൻസിനെ ഡെസിമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഡെസിമൽ ഫോംസിനെ ഫ്രാക്ഷനിലോട്ടാണ്. ഫോർ എക്സാമ്പിൾ 0.14. ഇതിപ്പോൾ എന്താണ്? ഡെസിമൽ ഫോമാണ്. എത്ര പ്ലേസ് നിൽക്കിയിട്ടാണ് നമ്മൾ പോയിന്റ് ഇട്ടേക്കുന്നത്? കൗണ്ട് ചെയ്ത് നോക്കിയേ. 1, 2. 2 പ്ലേസിലേക്കാണ് പോയിന്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ പോയിന്റ് ഇല്ലാതെ ജസ്റ്റ് നമ്പർ മാത്രം എഴുതുക. ഏതാണ് നമ്പർ? 14. എത്ര പ്ലേസിലേക്കായിട്ടാണ് പോയിന്റ് ഇട്ടേക്കുന്നത്? 2 പ്ലേസ്. അപ്പോൾ താഴത്ത് എത്ര സീറോ വേണോടോ? 2 സീറോ വേണം. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണ്? 100. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ എത്ര കിട്ടി? 14/100 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ മിസ് ഒരു ക്വസ്റ്റ്യൻ എഴുതാം, തനിയെ ചെയ്ത് നോക്കാം. 0.014. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ടാവും? നമ്പർ 0.014 ആണ്. നിങ്ങൾ നോക്കുമ്പോൾ ജസ്റ്റ് ആ നമ്പർ മാത്രം നോക്കാം, പോയിന്റ് നോക്കണ്ട, സീറോ നോക്കണ്ട. അപ്പം നിങ്ങൾ കാണുന്ന നമ്പർ ഏതാണ്? 14 ആണ്. ഓക്കെ, ഡിനോമിനേറ്റർ എഴുതണ്ടേ? എത്ര സ്ഥാനം നിൽക്കുക പോയിന്റ് ഇട്ടേക്കണേ? ഇവിടെ എണ്ണ 1, 2, 3. എത്ര പ്ലേസ് ആണ്? 3 പ്ലേസ്. അപ്പോൾ താഴത്ത് എത്ര സീറോ വേണോടാ? 3 സീറോ വേണം. 3 സീറോ ഉണ്ടെങ്കിൽ ആ നമ്പർ എത്രയാണ്? 1000. ഓക്കെ, ദെൻ നമുക്കൊരു 4 സീറോ ഇട്ട് കൊടുക്കുക, ഒരു 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്പറിന് എന്താ പറയുന്നത്? 0.00001 ആണ്. ഓക്കെ, നിങ്ങളിവിടെ നോക്കുമ്പോൾ പോയിന്റ് നോക്കണ്ട, സീറോ നോക്കണ്ട. അപ്പം നമ്പർ എന്ത് മാത്രം കാണുന്നുള്ളൂ? 1 മാത്രം കാണുന്നുള്ളൂ. 1 എഴുതാം. ഡിനോമിനേറ്റർ എഴുതണ്ടേ? നോക്കാം എത്ര പ്ലേസ് നിൽക്കിയിട്ടുണ്ട്? 1, 2, 3, 4, 5. 5 പ്ലേസ് ആണെങ്കിൽ താഴത്ത് എത്ര സീറോ ഇട്ട് കൊടുക്കണം? 5 സീറോസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 എഴുതിയിട്ട് എത്ര സീറോ ഇട്ട് കൊടുക്കുക? 1, 2, 3, 4,
5. ഇങ്ങനെയാണ് ഡെസിമൽ ഫോംസിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഏത് ഡെസിമൽ ഫോം തന്നാലും നിങ്ങൾ ഈസി ആയിട്ട് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുക. മക്കളെ, ഇപ്പം ചെയ്ത പ്രോബ്ലത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്തായിരുന്നു? 10, 100, 1000 അല്ലേ? അങ്ങനെ വന്നപ്പോഴല്ലേ ഈസി ആയിട്ട് നമുക്ക് പ്ലേസ് മാറ്റിയിട്ട് ഡെസിമൽ നമ്പേഴ്സ് ആക്കാൻ പറ്റിയേ. പക്ഷേ നിങ്ങൾക്ക് തരുന്ന സമയത്ത് അങ്ങനെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം തരില്ല. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും? അതിനു വേണ്ടി ആദ്യം ഒരു ക്ലൂ പഠിച്ചു വെക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അതായത് ഡിനോമിനേറ്ററിൽ 2 ആണെങ്കിൽ നിങ്ങൾ അതിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്താവൂടാ? 10 ആവും. അതേപോലെ 5 വന്നാൽ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം എന്തായിക്കോളും? 10 ആയിക്കോളും. ഓക്കെ, ദെൻ 50 ആണെന്നുണ്ടെങ്കിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 100 ആവൂടാ? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100 ആവും. തിരിച്ചിട്ടാലോ? 2 വന്നാൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 50 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം എത്ര ആയിക്കോളും? 100 ആയിക്കോളും. ദെൻ 4 ആണെന്നുണ്ടെങ്കിൽ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എത്ര കിട്ടും? 100 കിട്ടും. തിരിച്ചാണെങ്കിലോ 25 വന്നാലും നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും? 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം എത്ര കിട്ടും? 100. ദെൻ 8 ആണെങ്കിലോ 8 വന്നിട്ടുണ്ടെങ്കിൽ 125 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 125 ആണെങ്കിലോ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് കിട്ടുന്ന നമ്പറാണ് 1000. ഓക്കെ, ഈ ക്ലൂ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. മക്കളെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കാണുന്ന ഫ്രാക്ഷൻസിനൊക്കെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോണേണ്? ഡെസിമൽ ഫോംസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡിനോമിനേറ്ററിൽ 10, 100, 1000 ഒക്കെ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ എന്തിലോട്ട് മാറ്റും? അതിനെ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ 10, 100, 1000ത്തിലേക്ക് ഈസി ആയിട്ട് മാറ്റും. മിസ് നേരത്തെ എഴുതി തന്നില്ലായിരുന്നോ? ആ നമ്പേഴ്സ് നോക്കിയാൽ മതി. അപ്പം നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? ഡെസിമൽ ഫോംസിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയടാ. 2 വന്നിട്ടുണ്ടെങ്കിൽ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനാ പറഞ്ഞേ? 5. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഏത് നമ്പർ ആണോ നമ്മൾ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ സെയിം നമ്പർ എവിടെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററിൽ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഏത് നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 5 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മിസ് മുകളിലും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണേണ്, താഴത്തും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു? 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 1 × 5 എത്രയാടാ? 5 ആണ്. 2 × 5 എത്രയാണ്? 10. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച പോലെ ആയില്ലേ? അപ്പോൾ ഡിനോമിനേറ്ററിൽ 10 ആണെങ്കിൽ എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടണം? ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അപ്പം നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 0.5. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഡിനോമിനേറ്ററിൽ 5 ആണ്. ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എവിടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 1 × 2 എത്രയാണ്? 2. ദെൻ 5 × 2 എത്രയാണ്? 10. 10 എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടണം? ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. അപ്പം ആൻസർ എത്രയാണ്? 0.2. ദെൻ നെക്സ്റ്റ് വൺ എഗെയിൻ 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് തന്നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 × 2 എത്രയാണ്? 8. 5 × 2 എത്രയാണ്? 10. എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടാം? ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. അപ്പം ആൻസർ എത്ര വന്നു? 0.8. ഓക്കെ, ഇനി 25 വരുവാണ്. 25 വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എവിടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണോടാ? മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം, താഴത്തും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 6 × 4 എത്രയാണ്? 24. 25 × 4 എത്രയാണ്? 100. അപ്പം എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടണം? 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അപ്പം ആൻസർ എത്ര വരും? 0.24. ഓക്കെ അല്ലേ? ഇനി 8 ആണെങ്കിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് മിസ് പറഞ്ഞേ? എത്ര വെച്ചാണ്? 125 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മുകളിലും താഴത്തും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 125 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 125 എത്രയാണ്? 125. 8 × 125 മൾട്ടിപ്ലൈ ചെയ്യാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എത്രയാണ് നേരത്തെ നമ്മൾ പഠിച്ചു? 1000 ആണെന്ന് പഠിച്ചു. അപ്പം എന്തിട്ട് കൊടുത്താൽ മതിയടാ? 1000. അപ്പം എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടണം? 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അപ്പം ആൻസർ എത്ര വന്നു? 0.125. 8 വന്നപ്പോൾ 125 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 125 വന്നാൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? അതെ, 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിലും താഴെ നമുക്ക് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 8 എത്രയാണ്? 24. 125 × 8 എത്രയാണ്? 1000. എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടണം? 3 സ്ഥാനം. പക്ഷെ നമുക്ക് എത്ര സ്ഥാനം ഉള്ളൂ? 2 സ്ഥാനം. മൂന്നാമത്തെ സ്ഥാനത്തിന് പകരം എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. അപ്പൊ ആൻസർ എത്ര വരും? 0.024. ഓക്കെ അല്ലേടാ മക്കളെ? ആദ്യം നമ്മൾ പഠിച്ചപ്പോൾ ഡിനോമിനേറ്ററിൽ 10 ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡിനോമിനേറ്റർ 10 വന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? 10, 100, 1000ത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്തു.
ഇനി വരുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ ഫ്രാക്ഷനെ ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്. പക്ഷെ നേരത്തെ നമ്മൾ പഠിച്ച പോലത്തെ നമ്പേഴ്സ് വരില്ല, വേറെ ടൈപ്പ് നമ്പേഴ്സ് വരും. അപ്പം എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ 1/5 വന്നപ്പോൾ 5 വന്ന എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാ പറഞ്ഞേ? 2 വെച്ച്. എവിടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്തു? മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു, താഴത്തും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് എത്ര കിട്ടി? 2/10. നിങ്ങൾ നോക്കണേ, 5 വന്നപ്പോൾ എത്ര 2 ഇട്ട് കൊടുത്തു? 2. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 1/4 ആണെങ്കിൽ താഴത്ത് 4 വരുവാണെങ്കിൽ എന്ത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 25ന് പകരം നമുക്ക് 5² എന്ന് എഴുതാനോ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും? 5² വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ 4ന് എനിക്ക് എന്ത് എഴുതാം? 2² എന്ന് എഴുതാം. എന്നിട്ട് എന്ത് വന്നു? 5². നിങ്ങളിവിടെ നോക്കിയേ, 5 വന്നപ്പോൾ 2 അല്ലേ? 2 വന്നപ്പോൾ എത്ര അഞ്ചാണ്? 2 5. അങ്ങനെയാണ് നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിയേ, 3 2 വന്നാൽ എത്ര 5 വേണ്ടി വരും? 3 5 വേണ്ടി വരും. 4 2 ആണെങ്കിലോ 4 5 വേണ്ടി വരും. എന്തിനാ അങ്ങനെ ആക്കണമെന്ന് പറഞ്ഞേ? അപ്പോൾ ഒരു 2ഉം ഒരു 5ഉം ചേർന്ന് എത്ര ആയിക്കോളും? 10. 2 2ഉം 2 5ഉം ചേർന്നാൽ എത്ര ആയിക്കോളും? 100. ഇനി 3 5ഉം 3 2ഉം 3 5 ആണെങ്കിൽ എത്ര ആയിക്കോളാടാ? 1000. ഓക്കെ, 4 2ഉം അതേപോലെ തന്നെ 4 5 ആണെങ്കിൽ എത്രയാവും? 10,000. ഇങ്ങനെ ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം എളുപ്പമായിരിക്കത്തില്ലേ? ശ്രദ്ധിക്കണം, ഇതിന്റെ മുകളിൽ എഴുതുന്ന നമ്പറിനെയാണ് പവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 1 വന്നപ്പോൾ 1 0, പവർ 2 വന്നപ്പോൾ എത്ര 0? 2 0, പവർ 3 വന്നപ്പോഴോ 3 0, 4 വന്നപ്പോൾ 4 0, 5 ആണെങ്കിൽ എത്ര 0 ഇട്ട് കൊടുക്കണം? 5 0. അപ്പോൾ പ്രോബ്ലത്തിന്റെ ഇടക്ക് വേറെ മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാം? ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പം ഇനി ഡിനോമിനേറ്റർ ഇതേപോലെ വരുന്ന പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം നമുക്ക്. മക്കളെ, ഇനി ഈ കാണുന്ന പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്ത പോലെ ഡിനോമിനേറ്ററിൽ 10 ഇല്ല, 100 ഇല്ല, 1000 ഇല്ല. പിന്നെ നമുക്ക് നേരത്തെ പരിചയമുള്ള പോലെ 5 ഇല്ല, 50 ഇല്ല, 25 ഒന്നുമില്ല. എന്നാലും ഇതിനെ നമ്മൾ ഈസി ആയിട്ട് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും? ഡെസിമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഈ ഡിനോമിനേറ്റർ നോക്കാം. ഛേദം എത്രയാണ്? 20. അതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവാം കേട്ടോ, ഘടകക്രിയ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സാധാരണ തരുന്ന നമ്പർ എല്ലാം 2 വെച്ച് എളുപ്പത്തിൽ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും. ഫാക്ടറൈസേഷൻ ഒന്നും അറിയത്തില്ലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. 20ന്റെ പകുതി എത്രയാടാ? 10. ഓക്കെ, 10ന്റെ പകുതി എത്രയാണ്? 5. ഇനി 20 എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഈ സൈഡിൽ കിടക്കുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, ഏതൊക്കെയാ? 2 2 5. ഇതെല്ലാം കൂടി എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം എന്ത് എഴുതാടാ? 2 × 2 × 5. ഈ നമ്പേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം എന്താവും? 3/20ക്ക് പകരം എന്താ എഴുതാം? 2 × 2 × 5. ഒരു 2ന് എത്ര 5 വേണമെന്നാ പറഞ്ഞേ? 1 5. അപ്പൊ 2 2ന് എത്ര 5 വേണോടാ? 2 5 വേണ്ടേ? ഇവിടെ ഇപ്പൊ എത്ര 5 ഉണ്ട്? 1 5 അല്ലേ ഉള്ളൂ. അപ്പൊ നമ്മ എന്ത് ചെയ്യണം? 1 5 ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയോ? പറ്റില്ല, എവിടെയും കൂടി ഇട്ട് കൊടുക്കണം, ന്യൂമറേറ്ററിൽ കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മ എന്ത് ചെയ്യാൻ പോവാ? മുകളിലും ഒരു 5 ഇട്ട് കൊടുത്തു, ഡിനോമിനേറ്ററിലും എന്തിട്ട് കൊടുത്തു? 5 ഇട്ട് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി ഒന്ന് ചെയ്ത് നോക്കാം. 3 × 5 എത്രയാണ് മക്കളെ? 15. ദെൻ 2 × 2 എന്താവും? 2². 5 × 5 എന്താവും? 5². നേരത്തെ മിസ് പറഞ്ഞില്ലായിരുന്നോ, പവർ 2 ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ എത്രയാണ് വരിക? 100 ആണ് വരിക. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? 15/100. അപ്പൊ എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടണം? 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അപ്പൊ ആൻസർ എത്രയാ വരിക? 0.15. ഈസി അല്ലേ? നമുക്കന്ന് അടുത്ത പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. നോക്കിക്കോ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് 3/40. അപ്പോൾ എന്തിനാണ് ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത്? എപ്പോഴും ഡിനോമിനേറ്ററിനെയാണ് ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 40 എടുക്കുക. എന്ത് വെച്ചിട്ടാ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്? അതെങ്ങനെ മനസ്സിലാക്കും? ഏത് നമ്പർ വെച്ചിട്ടാ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്? 40 ഒരു ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പറാണ്. ഈസി ആയിട്ട് എന്ത് വെച്ച് ചെയ്യാം? 2 വെച്ചിട്ട് ചെയ്യാം. അപ്പൊ 2 വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഡിവൈഡ് ഒന്നും ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട, പകുതി പകുതി എടുത്തു പോയാൽ മതി. അപ്പോൾ എളുപ്പത്തിൽ കിട്ടില്ലേ? നോക്കിയടാ, 40ന്റെ പകുതി എത്രയാണ് മക്കളെ? 20. ഇനി നോക്കി, 20ന്റെ പകുതി എത്രയാണ്? 10. 10ന്റെ പകുതി എത്രയാണ്? 5. അപ്പോൾ എളുപ്പത്തിൽ കിട്ടിയില്ലേ? 40ന് പകരം നമ്മൾ എന്ത് എഴുതും? ഈ സൈഡിൽ കിടക്കുന്ന നമ്പേഴ്സ് എല്ലാം എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. 3 അങ്ങനെ തന്നെ നിൽക്കണം, അതിൽ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാ? 2 × 2 × 2 × 5. ഈ സൈഡിൽ കിടക്കുന്ന നമ്പർ എല്ലാം എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നിങ്ങൾ ഒന്ന് നോക്കിയേ, ഇവിടെ 3 2 ഉണ്ട്, പക്ഷെ എത്ര 5 ഉള്ളൂ? 1 5 ഉള്ളൂ. 3 2ന് ശരിക്കും എത്ര 5 വേണം? 3 5 വേണ്ടേ?
പക്ഷെ അവിടെ എത്ര അഞ്ചിന്റെ കുറവുണ്ട്? 2 അഞ്ചിന്റെ കുറവുണ്ട്. അപ്പൊ മുകളിലും താഴെയും എത്ര അഞ്ചിട്ട് കൊടുക്കാം? 2 അഞ്ചിട്ട് കൊടുക്കാം. അപ്പൊ മിസ് മുകളിലും 2 അഞ്ചിട്ട് കൊടുക്കുവാണ്, താഴത്തും എത്ര അഞ്ചിട്ട് കൊടുക്കാം? 2 അഞ്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോ 3 × 5 × 5 നമുക്കറിയാം എത്രയാ? 25 ആണ്. മുകളിലും താഴത്ത് 5 കാണുമ്പോൾ ആരും ക്യാൻസൽ ഒന്നും ചെയ്യരുത് കേട്ടോ. നമുക്ക് ഡെസിമൽ ഫോമിലേക്കാണ് ആക്കേണ്ടത്. ഇനി നോക്കിയേ, 2 എത്ര ടൈംസ് എഴുതിയിട്ടുണ്ട്? 3 ടൈംസ്. അപ്പോൾ 2 ഇവിടെ എഴുതാം. എത്ര തവണയാണ് എഴുതിയേക്കുന്നത് ആ എണ്ണമാണ് എന്തായിട്ട് എഴുതേണ്ടത്? പവറായിട്ട് എഴുതേണ്ടത്. അപ്പൊ എത്ര വരിക? 2⁻3. മക്കളൊന്ന് പറഞ്ഞു നോക്കിയേ, 5നെ 3 തവണ എഴുതി, അതിനെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക? 5 എഴുതിയിട്ട് 3 എവിടെ എഴുതണം? പവർ ആക്കിയിട്ട് എഴുതണം. ഓക്കെ അല്ലേ? 25 × 3 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 25 × 3 എന്ന് പറയുമ്പോൾ 3 × 5 എത്രയാടാ? 15. 1 കൊടുത്താൽ 2 × 3 എത്രയാണ്? 6. 6 1 എത്ര വന്നു? 75. 75. ഡിനോമിനേറ്റർ അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പവർ 3 ആണെങ്കിൽ താഴത്ത് നമ്മ എത്ര ഇട്ട് കൊടുക്കും? 1000. നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ? അപ്പൊ എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടാം? 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. പക്ഷെ 2 നമ്പർ ഉള്ളൂ, പകരം നമ്മ എന്തിട്ട് കൊടുക്കും? 0 ഇട്ട് കൊടുക്കും. അപ്പൊ ആൻസർ എത്ര വന്നു? 0.075. ഓക്കെ അല്ലേ? അങ്ങനെ മിസ് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, നിങ്ങൾ തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 5 / 16. അപ്പൊ നിങ്ങൾ ഇനി പറയണോട്ടോ മിസ്സിന്റെ കൂടെ. ആദ്യം എന്താ ഫാക്ടറൈസേഷൻ ചെയ്യണ്ടേ? ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പർ ഏതാണ്? 16. അവിടെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ മിസ്സിന്റെ കൂടെ പറഞ്ഞു പോണേ. അപ്പൊ 16 എന്ത് വെച്ചാ ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത്? 2 വെച്ചിട്ട്. മക്കൾ പറയട്ടോ. 16ന്റെ പകുതി എത്രയാണ്? 8. ഓക്കെ, 8ന്റെ പകുതി എത്രയാടാ? 4. ഇനി 4ന്റെ പകുതി എത്രയാണ്? 2. ഓക്കെ, ഇത്രയും ചെയ്താൽ മതിയേ. ഇനി ഇവിടെ നോക്കുക, 5 അങ്ങനെ തന്നെ എഴുതി. 16 പകരം ഈ സൈഡിൽ കിടക്കുന്ന 4 2 എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ചെയ്യാം. 2 × 2 × 2 × 2. 4 2 ഉണ്ട്, അതിന് പെയറായിട്ട് 5 ഉണ്ടോ? ഇല്ല. അപ്പൊ 4 2 ആണെങ്കിൽ എത്ര 5 ഇട്ട് കൊടുക്കണം? 4 5 തന്നെ ഇട്ട് കൊടുക്കണം. എവിടേക്ക് ഇട്ട് കൊടുക്കണം? ന്യൂമറേറ്ററിൽ ഇട്ട് കൊടുക്കണം, ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ മുകളിലും താഴെയും ഒരുപാട് തവണ എഴുതുന്നതിന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? 5 എന്തിട്ട് കൊടുക്കാം? 4 എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ 5 × 5⁴ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഡിനോമിനേറ്റർ നമുക്ക് ചെയ്യാം. ചെയ്യുന്നതിന് മുമ്പ് 5 × 5⁴ ഒരു തവണയും കൂടി എഴുതാം. 2 4 തവണ എഴുതുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2⁴ എന്ന് എഴുതാം. 5⁴ അങ്ങനെ തന്നെയാണ്. ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 5 ഇതിന്റെ മുകളിൽ 1 ആണ്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. പവർ കൂട്ടുമ്പോൾ ഇപ്പൊ മൊത്തം എത്ര 5 ആയി? 5 5 ആയി. എങ്ങനെ എഴുതാം? 5⁵ / 2⁴ × 5⁴ എന്ന് എഴുതാം. ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നോക്കിക്കോട്ടോ. 5 തവണ എന്ത് എഴുതണം? നമ്മുടെ 5 എഴുതണം. ഓക്കെ അല്ലേ? നമുക്കറിയാം 5 × 5 എത്രയാണ്? 25. എഗെയിൻ 5 × 5 എത്രയാണ്? 25. ബാലൻസ് ഒരു 5 ഉണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയണ്ടാടാ. 25 × 25 എത്രയാണ്? 625. അതിനെ നമുക്ക് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ എന്ത് വരും? 5 × 5 എത്രയാണ്? 25. 2 ഉണ്ട്, 2 × 5 എത്രയാണ്? 10. 2 കൂടി ചേർത്തുമ്പോൾ 12. ബാലൻസ് 1 ഉണ്ട്. 6 × 5 എത്രയാണ്? 30. 30 + 1 എത്രയാണ്? 31. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആൻസർ എത്ര കിട്ടി? 3125. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണോ? വേണ്ട. പവർ എത്രയാണ്? 4. അപ്പൊ താഴത്ത് എത്ര 0 വേണം? 4 0 വേണം. 4 0 വന്നാൽ ആ നമ്പർ എത്രയാണ് മക്കളെ? 10000. അപ്പൊ എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടണം? 4 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. അപ്പൊ ആൻസർ എത്ര വരും? 0.3125. ഓക്കെ, ഇങ്ങനെയാണ് ഡിനോമിനേറ്ററിൽ നമുക്ക് 10 100 ഒക്കെ വന്നില്ലെങ്കിൽ പോലും ഫാക്ടറൈസേഷനിൽ കൂടെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഡെസിമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നല്ലോണം ചെയ്ത് പഠിക്കാം കേട്ടോ. കിട്ടാത്തവർ ജസ്റ്റ് ഒന്ന് വീഡിയോ എന്ത് ചെയ്യുക? ഒന്നുകൂടി കണ്ടിട്ട് ചെയ്ത് പഠിക്കാം. മക്കളെ, അടുത്തായിട്ട് ഏറ്റവും എളുപ്പമുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കാൻ പോകുന്നത്. നോക്കിക്കോ. 1/9 എന്ന് പറഞ്ഞാൽ 0.111 ആണ്. ഇത് ഈ 1 തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരും. അതായത് നമുക്കൊന്ന് നോക്കാം. 1നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 0 ഇടും, 0 ഇടും, 1 ഇടും. 1 × 9 എത്രയാണ്? 1. എഗെയിൻ ഇടും, നമ്മൾ 0 ഇടും, 1 വരും. അപ്പോൾ എന്ത് വരും? 9 വരും. എഗെയിൻ 1 വരും. അപ്പോൾ നമ്മൾ 0 ഇടും, 1 വരും. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നത്? 0.111. നിങ്ങൾ നോക്കിക്കോട്ടോ. ഇതിൻ്റെ ന്യൂമറേറ്റർ എത്രയാണ്? 1 ആണ്. അപ്പോൾ ആ 1 അല്ലേ റിപ്പീറ്റ് ചെയ്ത് വരുന്നേ? അങ്ങനെയാണെങ്കിൽ മിസ് ഇവിടെ 2/9 എന്ന് എഴുതി. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 0.222 എക്സെട്ര. അപ്പം നിങ്ങൾ പറഞ്ഞേടാ 3/9 ആണെങ്കിൽ ആൻസർ എത്രയായിരിക്കും?
333 എക്സെട്ര. 4/9 ആണെങ്കിൽ ആൻസർ എത്രയായിരിക്കും? 0.444 എക്സെട്ര. ഇഷ്ടമായോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ x/9 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറയാം, ന്യൂമറേറ്റർ എന്താണ്? .x എക്സെട്ര. എളുപ്പമല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. മക്കളെ, നേരത്തെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഒന്ന് പറഞ്ഞിടാം. 0.111 എന്ന് പറഞ്ഞാൽ അതിന് ഫ്രാക്ഷൻ എന്തെഴുതാം മക്കളെ? 1/9 പ്ലസ് 0.222 എന്തെഴുതാം? 2/9. ഡിനോമിനേറ്റർ സെയിം ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. ഒന്ന് പ്ലസ് ചെയ്ത് നോക്കിയേ. 1 + 2 എത്രയാണ്? 3/, ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതണേ. അപ്പൊ 3/9 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 0.333. എളുപ്പമല്ലേ? ഇനി നോക്കിയേ, 0.333 എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രാക്ഷൻ എന്ത് എഴുതും? 3/9 പ്ലസ് 0.77 എക്സെട്ര എന്ന് പറയുമ്പോൾ എന്ത് എഴുതും? 7/9. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യാം. 3 + 7 എത്രയാണ്? 10. 10/9 എഴുതുമ്പോൾ 0.11 എന്ന് എഴുതരുത് കേട്ടോ. 10നെ എന്ത് വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ. 9 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര വരും? 1 വരും. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴാണ് നമുക്ക് 0ന്റെ ആവശ്യം, പോയിന്റ് ഇടുന്നത്. സോ എന്ത് വരും? 1.111. തെറ്റിപ്പോവരുത് കേട്ടോ, ചിലർക്ക് തെറ്റിപ്പോവാറുണ്ട്. അപ്പൊ അതെന്താ വരുന്നത്? 1.11 എക്സെട്ര എന്നാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 0.333 ഇൻറ്റു 0.666 എക്സെട്ര. അപ്പൊ എന്താ വരിക? 0.333 എങ്ങനെ എഴുതാം? 3/9 ഇൻറ്റു 0.666 എങ്ങനെ എഴുതാം? 6/9. മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 6 എത്രയാണ്? 18. 9 × 9 എത്രയാണ്? 81. 18ഉം 81ഉം ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് വരിക? 9. അപ്പൊ മുകളിലും താഴെ നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? 9 വെച്ച്. 18 / 9 എത്രയാണ്? 2. 81 / 9 എത്രയാണ്? 9. അപ്പൊ 2/9 ആൻസർ എത്ര വരും? 0.222 എക്സെട്ര. എക്സെട്രയ്ക്ക് പകരമാണ് നമ്മൾ എന്തിടുന്നത്? 3 ഡോട്ട് ഇടുന്നത് കേട്ടോ. ഇനി 0.333 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.333 അതിന്റെ ഫ്രാക്ഷൻ എത്രയാ വരിക? 3/9. അതിന് എന്തിട്ട് കൊടുക്കണം? ഹോൾ സ്ക്വയർ ഇട്ട് കൊടുക്കണം. ഓരോന്നിനെ സ്ക്വയർ ചെയ്യണ്ട. അപ്പൊ എത്ര വരാ? 3ക്ക് സ്ക്വയർ ഇട്ട് കൊടുത്തു, 9 സ്ക്വയർ ഇട്ട് കൊടുത്തു. 3യുടെ സ്ക്വയർ എത്രയാ മക്കളെ വരുന്നത്? 9 ആണ്. 9ന്റെ സ്ക്വയർ എത്രയാ വരുന്നത്? 81 ആണ്. ഡിനോമിനേറ്ററിൽ 9 ആക്കണ്ടേ? അപ്പൊ മുകളിലും താഴെയും 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? 1/81 എത്രയാണ്? 9. അപ്പൊ 1/9 നേരത്തെ പഠിച്ച ഫോം ആയില്ലേ? എത്ര വരും ആൻസർ? 0.11 എക്സെട്ര എന്ന് വരും. ദെൻ ലാസ്റ്റ് പ്രോബ്ലം √0.44 എക്സെട്ര. എങ്ങനെ എഴുതാം? √4/9 എന്ന് വരും. റൂട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. എന്ത് വരും? √4/9. √4ന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. √9ന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. ഡിനോമിനേറ്ററിൽ 9 വരണ്ടേ? 3യെ എങ്ങനെയാ നമുക്ക് 9 ആക്കാൻ പറ്റുക? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ മുകളിലും താഴെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര വരും? 6/9. ആൻസർ എത്ര വരും? 0.66 എക്സെട്ര. ഓക്കെ അല്ലേ? ഇനി ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോബ്ലംസ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരുവാണ്. ഓക്കെ മക്കളെ, ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ find fractions with the denominators powers of 10 getting closer and closer to it and hence write it decimal form. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫ്രാക്ഷൻ ഉണ്ട് 1/3. ഇത് ഏത് നമ്പറിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നതെന്നും അതിൻ്റെ ഡെസിമൽ ഫോമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 1/3 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഓക്കെ, ഈ 1/3 എന്ന് ഉള്ളത് തന്നെ ഒരു 3 ടൈംസ് എഴുതാം. എത്ര ടൈംസ് എഴുതാം? 3 ടൈംസ് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യാം? ഈക്വൽ ടു ഇട്ട് കൊടുക്കാം. ഈക്വൽ ടു ഇട്ടു. എഗെയിൻ നമ്മൾ എന്നും കൂടി എഴുതാം. 1/3 ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? എഴുതി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ആദ്യത്തെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്തതിൻ്റെ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്ത നിങ്ങൊന്ന് പറഞ്ഞു നോക്കേ. ആദ്യം 10, പിന്നെ 100, അടുത്ത എത്രയായിരിക്കും? അതെ, 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നോക്കണം കേട്ടോ. ഇനി മിസ് ഇതിലെ നമ്പേഴ്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് ഈ നമ്പേഴ്സ് കണ്ടോ? 10ഉം അതേപോലെ തന്നെ ഏത് നമ്പറാണുള്ളത്? 3യും. അതിനെ നമുക്ക് മാറ്റി എഴുതാം. ഇവിടെയുള്ള നമ്പർ ഏതാണ്? 100ഉം 3യും. ഇനി ഇവിടെ ഉള്ളത് ഏതാണ്? 1000ഉം 3യും. ഈ നമ്പേഴ്സിനെ മിസ് ഒന്ന് മാറ്റി എഴുതാൻ പോണേണ്. അപ്പം എന്ത് വരും എന്നുള്ളത് നോക്കാം. സോ
10/3 മാറ്റി എഴുതി. ഇനി ഇവിടെ ബാലൻസ് ഉള്ള നമ്പർ ഏതാണ്? 1/10 ആണ്. അത് എൻ്റെ കൂടെ തന്നെ എഴുതാം. ഇനി എന്താ മാറ്റി എഴുതാൻ പറഞ്ഞേ? 100/3 ആണ്. ബാലൻസ് എന്താ മക്കളെ ഉള്ളേ? 1/100 ആണ്. ഇനി എന്ത് മാറ്റി എഴുതാം? 1000/3 മാറ്റി എഴുതാം. ബാലൻസ് എന്തുണ്ട്? 1/1000 ഉണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 10/3, 100/3 അതേപോലെ 1000/3 ഇതിനെല്ലാം മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് നോക്കാം അത്? സോ മിക്സഡ് ഫ്രാക്ഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്ക് 10/3 ഒന്ന് എടുക്കാം. 10/3. അപ്പോൾ 3യുടെ ടേബിളിൽ 10 കിട്ടില്ല. 10ന്റെ അടുത്തുള്ള ഏത് നമ്പറാണ് കിട്ടുക? 9. എപ്പോഴാണ്? 3 ആണ്. 3 × 3 എത്രയാണ്? 9. റിമൈൻഡർ എത്ര കിട്ടി? 1. അപ്പോൾ ഇതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? നോക്കാം. 3 എഴുതാം. എന്നിട്ട് ഇതിന്റെ റിമൈൻഡർ എഴുതാം. ഡിവൈഡഡ് ബൈ അതിന്റെ എന്ത് എഴുതാം? ഡിവൈസർ എഴുതാം. അപ്പം അതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ എത്ര കിട്ടി? 3 1/3. ഇതിന്റെ നടുക്ക് എന്താണുള്ളത്? ആക്ച്വലി പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതും? പ്ലസ് എടുത്ത് എഴുതും. അപ്പം എത്രയാണ് വരിക? 3 + 1/3 ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം എന്തെഴുതാൻ? 1/10 എഴുതാൻ. ഇനി നമുക്ക് ഇതേപോലെ എന്തിനേയും കൂടി ചെയ്തു നോക്കാം. നമ്മുടെ 100/3നെയും കൂടി ചെയ്തു നോക്കാം. അതിനെയും കൂടി മിക്സഡ് ഫ്രാക്ഷൻ ആക്കി നോക്കാം. അടുത്തത് നിങ്ങൾക്ക് തനി എഴുതാനായിട്ട് പറ്റും. അപ്പോൾ 100/3. 3 × 3 എത്രയാണ്? 9. 1 എഴുതി 0 ഇറക്കി എഴുതി. എഗെയിൻ 3 × 3 എത്ര വരും? 9. റിമൈൻഡർ എത്ര വന്നു? 1 വന്നു. അപ്പം ഇതിനെങ്ങനെ എഴുതാം? ആദ്യം കോയിഫിഷ്യൻ്റ് എഴുതാം. എത്രയാണ്? ഹരണഫലം 33. റിമൈൻഡർ എത്രയാണ്? 1 ആണ്. ശിഷ്ടം എഴുതാം. എന്നിട്ട് എന്തെഴുതാം? ഡിവൈസർ എത്രയാണ് വരുന്നത്? 3. അപ്പം അതിൻ്റെ മിക്സഡ് ഫ്രാക്ഷൻ എത്ര വന്നു? 33 1/3 എന്ന് വന്നു. അപ്പോൾ ഇവിടെ 100/3ക്ക് പകരം നമ്മൾ എത്ര എഴുതും? 33. നടുക്ക് എന്തിടാം? പ്ലസ് ഇടാം. എന്നിട്ട് എന്തെഴുതാ? 1/3 ബ്രാക്കറ്റ് ഇടാം. പുറത്താരുണ്ട്? 1/100 ഉണ്ട്. ഇനി നമുക്ക് ചെയ്ത് നോക്കണ്ട. ഇത്രയും നമ്മൾ ചെയ്തല്ലോ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? അടുത്തത് തനിയെ എഴുതാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ 1000/3നെ നമുക്ക് എന്ത് വെച്ചിട്ട് ചെയ്യണം? അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. നോക്കിക്കോ. ഇവിടെ 3 വന്നു. അടുത്തത് എത്ര വന്നു? 33. 2 3 ആയില്ലേ? അടുത്ത എത്ര 3 ഇട്ട് കൊടുക്കാം? 3 3 ഇട്ട് കൊടുക്കാം. എല്ലാത്തിലും പ്ലസ് ഉണ്ട്. നമ്മൾ എന്തിട്ട് കൊടുക്കും? പ്ലസ് ഇട്ട് കൊടുത്തു. എല്ലാത്തിലും 1/3 ഉണ്ട്. അവിടെ എന്തിട്ട് കൊടുക്കുക? 1/3. അപ്പം അതിൻ്റെ മിക്സഡ് ഫ്രാക്ഷൻ കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ 1/10 ആണ്. പിന്നെ അത് 100 ആയി. അപ്പം അടുത്ത എത്രയാവും? 1000 ആവും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ. അപ്പോൾ ബ്രാക്കറ്റ് അങ്ങോട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോ കേട്ടോ. അപ്പോൾ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് 3 × 1/10 എത്ര വരും? 3/10. നടുക്ക് പ്ലസ് ആയതുകൊണ്ട് എന്തിട്ട് കൊടുക്കുക? പ്ലസ് ഇട്ട് കൊടുക്കുക. ഇനി 1/3നെയും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 1/10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 1 എത്രയാണ്? 1 ആണ്. 3 × 10 എത്ര വരും? 30. അടുത്തതിനെയും അതേപോലെ ബ്രാക്കറ്റ് എന്ത് ചെയ്യാം? ഓപ്പൺ ചെയ്യാം. 33 × 1/100 എത്രയാണ്? 33/100 ആണ്. പ്ലസ് 1 × 1 എത്രയാണ്? 1 ആണ്. 3 × 100 എത്രയാണ്? 300. അടുത്തല്ലാതെ ചെയ്ത് നോക്കിയത്. ഇവിടെ 3 വന്നു, 33 വന്നു. ഇവിടെ എത്ര വരും? 333. ഇവിടെ 10 വന്നു, 100 വന്നു. അടുത്ത എത്ര വരും? 1000. കൊടുക്കല്ലേ? ശരി. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? പ്ലസ് ഇട്ട് കൊടുക്കാം. 1/30 വന്നു, 300 വന്നു. അടുത്ത എത്ര വരും? 3000. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് എന്ത് ചെയ്യണം? നമുക്ക് ഇതിൽ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? നമ്മുടെ ആൻസർ ആവും. എങ്ങനെയാണ് നോക്കാം? നോക്കിക്കോ കേട്ടോ. അതായത് നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ള 1/3 വീണ്ടും എത്ര തവണ എഴുതാം? 3 തവണ എഴുതാം. എന്തിട്ട് കൊടുക്കാം? ഈക്വൽ ടു ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് കിട്ടിയേക്കുന്ന ഈ വാല്യൂസ് ഇല്ലേ? ഇതിവിടെ ഇട്ട് കൊടുക്കാം. എന്താണ്? 3/10 + 1/30. 33/100 + 1/300. ദെൻ 333/1000 + 1/3000. മിസ് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് നോക്കിക്കോ കേട്ടോ. ഈ നടുക്കത്തെ ഈക്വൽ ടു സൈൻ ഇല്ലേ? അതെല്ലാം മിസ്സും അയച്ചു കളഞ്ഞു. എന്നിട്ട് അതിന് പകരം എല്ലാത്തിലും എന്തിട്ട് കൊടുക്കുക? മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം ഈ പ്ലസ് ഇല്ലേ? അതെല്ലാം കളയുക. എന്നിട്ട് അതിന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഈക്വൽ ടു സൈൻ ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ആൻസർ ആവുകയാണ്. സോ 1/3 എന്ന് പറയുന്നത് എന്തിനോടാണ് അടുത്ത് വരുന്നത് നോക്കാം. 1/3 ഈസ് ക്ലോസർ ടു ഏത് നമ്പറാണ്? ഈ നമ്പേഴ്സിനോട്ടാണ് അടുത്ത് വരുന്നത്. ഏതൊക്കെയാണ്? 3/10, 33/100, 333 / 1000. 3/10 നമുക്ക് എങ്ങനെ എഴുതാടാ? 0.3 എന്ന് എഴുതാം.
33/100 എങ്ങനെ എഴുതാം? 0.33 എന്ന് എഴുതാം. 333/1000 എങ്ങനെ എഴുതാം? 0.333. ഈ ഒരു പാറ്റേണിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ലാസ്റ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ടൈപ്പ് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇപ്പം എങ്ങനെയാണോ നമ്മൾ 1/3 ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? 1/9 ചെയ്ത് നോക്കാം. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞേ, 1/9 എത്ര തവണ എഴുതണം? 3 തവണ എഴുതണം. മിസ് പറയുമ്പോൾ മിസ്സിന്റെ കൂടെ തന്നെ എഴുതി പോവാട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് നോക്കി എഴുതി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ 1/9 എത്ര തവണ എഴുതിക്കോ മക്കളെ? 3 തവണ എഴുതിക്കോ. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെ നടുക്ക് എന്തിട്ട് കൊടുക്കണം? ഈക്വൽ ടു സൈൻ ഇട്ട് കൊടുക്കണം. ഓക്കെ കേട്ടോ. എഗെയിൻ 1/9 എത്ര തവണ എഴുതണം? 3 തവണ എഴുതണം. അപ്പോൾ എഴുതാം കേട്ടോ. 1/9 എത്ര തവണ? ഒന്നും കൂടി എഴുതാം. 3 തവണ എഴുതാം. ഈ മക്കളെ പറഞ്ഞേ, ആദ്യം മുകളിലും താഴെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? അതെ, 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു? 100 വെച്ചിട്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു? 1000 വെച്ചിട്ട് എന്ത് ചെയ്തു? മൾട്ടിപ്പിൾ ചെയ്തു. ഇനി എന്താ നമ്മൾ ചെയ്തത്? ഇതിൽ നമ്പേഴ്സിന് എന്ത് ചെയ്യാണ്? റീറൈറ്റ് ചെയ്യുക. ഏതൊക്കെ നമ്പർ? ഈ 10/9, 100/9, 1000/9. അതിനെന്ത് ചെയ്തിട്ട് എഴുതാം? മാറ്റി നമ്മൾ എഴുതാനായിട്ട് പോവുകയാണ്. അപ്പം എത്ര വരും? 10/9. ബാലൻസ് എന്തുണ്ട്? 1/10. അടുത്തതിന് എന്താണ് മാറ്റി എഴുതുന്നത്? 100/9. ബാലൻസ് എന്താ ഉള്ളത്? 1/100. ഇനി എന്തിനാ മാറ്റി എഴുതാം? 1000/9. ബാലൻസ് എന്താ ഉള്ളത്? 1/1000. ഇത്ര ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്ത് ചെയ്യണം? 10/9 ഒക്കെ എന്തിലോട്ട് മാറ്റി എഴുതണം? മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റി എഴുതാം. നമുക്ക് ഡിവൈഡ് ചെയ്യാം. 10/9 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 19 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 1 കിട്ടി. കോഷ്യൻ്റ് എഴുതാം, റിമൈൻഡർ എഴുതാം, ഡിവൈസർ എഴുതാം. അപ്പം മിക്സഡ് ഫ്രാക്ഷൻ എത്ര കിട്ടി? 1/9 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? നടുക്ക് എന്തിട്ട് കൊടുക്കാം? പ്ലസ് ഇട്ടിട്ട് ഇങ്ങോട്ട് എഴുതാം. അപ്പം എത്രയാണ് വരിക? 1 + 1/9. പുറത്ത് എന്തുണ്ടടാ? 1/10 ഉണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് എന്തിനേയും കൂടി ഡിവൈഡ് ചെയ്ത് നോക്കാം. 100നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 1 × 9, 9. 1 വന്നു, 0 വന്നു. എഗെയിൻ 1 × 9 എത്ര വന്നു? 1 വന്നു. ഒന്ന് മിക്സഡ് ഫ്രാക്ഷൻ പറഞ്ഞു നോക്കിയേ. ആദ്യം എന്ത് പറയണം? നമ്മുടെ കോയിഫിഷ്യൻറ്റ് 11 ആണ്. റിമൈൻഡർ എത്രയാണ്? 1 ആണ്. ഡിവൈസർ എത്രയാണ്? 9 ആണ്. അപ്പോൾ അതിൻ്റെ മിക്സഡ് ഫ്രാക്ഷൻ എത്ര വരും? 11 + 1/9. പുറത്ത് എന്തുണ്ട്? 1/100 ഉണ്ട്. ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, പറഞ്ഞാൽ മതി. 1 വന്നു, 11 വന്നു. അടുത്ത എത്രയായിരിക്കും? 111. എല്ലാത്തിലും പ്ലസ് ഉണ്ട്. നമ്മൾ എന്തിട്ട് കൊടുക്കുക? പ്ലസ് ഇട്ട് കൊടുക്കുക. എല്ലാത്തിലും 1/9 ഉണ്ട്. അവിടെയും എന്തിട്ട് കൊടുക്കുക? 1/9 ഇട്ട് കൊടുക്കുക. ഇനി നോക്കിയേ, ഇവിടെ 10 വന്നു, 100 വന്നു. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എത്ര വരണം? 1000. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ ബ്രാക്കറ്റ് എന്ത് ചെയ്യാടാ? ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ചെയ്യാൻ ഇനി അറിയാൻ വയ്യാത്തവരുണ്ടോ? നോക്കുക. 1നെ 1/10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 1/9 എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 1/10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരെണ്ണം ഒന്നും ഓപ്പൺ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ട്രിക്ക് പഠിച്ചായിരുന്നല്ലോ, അത് വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ 1 × 1/10 എത്ര വരും? 1/10. നടുക്ക് പ്ലസ് ആയതുകൊണ്ട് നമ്മൾ എന്തിട്ട് കൊടുക്കും? പ്ലസ് ഇട്ട് കൊടുക്കും. 1 × 1 എത്രയാണ്? 1 ആണ്. 9 × 10 എത്രയാണ്? 90. ഓക്കെ അല്ലേ? 11 × 1/100 എത്രയാണ്? 11/100 ആണ്. 1 × 1 1 ആണ്. 9 × 100 എത്രയാണ്? 900 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തതൊന്ന് പറഞ്ഞു നോക്കിയേ. അടുത്തത് നമ്മൾ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാതെ തനിയൊന്ന് നിങ്ങൊന്ന് പറഞ്ഞു നോക്കിയേ, എത്രയാ വരിക എന്നുള്ളത്. ഇവിടെ 1 വന്നു, 11 വന്നു. അപ്പം അടുത്തത് എത്ര വരിക? 111. 10 വന്നു, 100 വന്നു. അടുത്തത് എത്ര വരും? 1000 വരും. ഓക്കെ, അടുത്തത് പ്ലസ് ഇടുക. എല്ലാത്തിനും ന്യൂമറേറ്ററിൽ 1 ആണ്. നമ്മൾ എത്ര തന്നെ ഇട്ട് കൊടുക്കും? 1 തന്നെ ഇട്ട് കൊടുക്കും. 90 വന്നു, 900 വന്നു. അടുത്തത് എത്രയായിരിക്കും? 9000 വന്നു. ഇനി കഴിഞ്ഞു. ഇനി റീഅറേഞ്ച് ചെയ്താൽ പോരെ? അപ്പം നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ കിട്ടും. എഗെയിൻ 1/9 എത്ര തവണ എഴുതി കൊടുക്കുക? 3 തവണ എഴുതി കൊടുക്കുക. നടുക്ക് എന്തിട്ട് കൊടുക്കുക? ഈക്വൽ ടു ഇട്ട് കൊടുക്കുക. ഈ അറ്റത്ത് ഇപ്പം കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, ഇതിങ്ങോട്ട് പകർത്താം. അത് എളുപ്പമല്ലേ? 1/10 + 1/90 എഴുതാം. 11/100 + 1/900 എഴുതാം. 111/1000 + 1/9000 എഴുതാം. ഓക്കെ, ഇനി ഒരു കുറുക്ക് വഴി പറഞ്ഞു തന്നായിരുന്നു. എന്ത് ചെയ്യാനാ പറഞ്ഞേ? ഈക്വൽ ടു സൈൻ എല്ലാം മായ്ച്ച് കളയാ. ഓക്കെ, മിസ്സിന് മായ്ച്ചു കളയാൻ പറ്റും. നിങ്ങൾ എഴുതുമ്പോൾ തന്നെ എന്തിട്ട് കൊടുക്കണം? മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. ഇനി എന്ത് മായ്ച്ചു കളയാനാ പറഞ്ഞേ? ഈ പ്ലസ് എല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് എന്തിടണോടാ? അപ്പം നിങ്ങൾ എഴുതുമ്പോൾ തന്നെ എന്തിട്ട് കൊടുക്കണം? ഈക്വൽ ടു ഇട്ട് കൊടുക്കണം.
ആൻസർ ആയി. 1/9 എന്തിനോടാണ് അടുത്തോണ്ടിരിക്കുന്നത്? ദേ ഈ കിടക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1/9 ക്ലോസർ ടു. പറഞ്ഞ മക്കളെ, 1/10, 11/100, 111/1000. ഓക്കെ, 1/10 പകരം എന്തെഴുതാം? 0.1. 11/100 പകരം എന്തെഴുതാം? 0.11. 111/1000 പകരം എന്തെഴുതാം? 0.111. അപ്പൊ അപ്രോക്സിമേറ്റ്ലി 1/9 ആരോടാ അടുത്തോണ്ടിരിക്കുന്നേ? 0.111 എക്സെട്ര. ഓക്കെ അല്ലേ? ഇത്രയും പ്രോബ്ലംസ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പുതിയ ടെസ്റ്റിലെ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിന് കൂടെ തന്നെ ഇപ്പോൾ ബ്രിഡ്ജ് ക്ലാസ് ആയിട്ട് സ്കൂളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചാപ്റ്റേഴ്സ് കൂടി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ ഓൺ എക്സാമിൻ്റെ മാത്സ് നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം സ്കോർ ചെയ്യാം. നല്ലോണം പഠിക്കണേ. ഓൾ ദി ബെസ്റ്റ്.